ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം 12-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ഒരു മധ്യാഹ്ന വേളയിൽ ഒരു പട്ടക്കാരൻ ഒരു പ്രദേശത്തു കൂടെ കടന്നു പോകവേ അവിടെ ഒരു വലിയ ജനക്കൂട്ടം കൂടിയിരിക്കുന്നത് കണ്ടു. ആ ഭാഗത്ത് ആർക്ക് വേണമെങ്കിലും എന്ത് വിഷയത്തെക്കുറിച്ചും തെരുവ് പ്രസംഗങ്ങൾ പറയാൻ അനുവാദമുണ്ടായിരുന്നു. മാന്യനായ ഒരു മനുഷ്യൻ ഒരു വീഞ്ഞപ്പെട്ടിയുടെ പുറത്തുനിന്നും ശുദ്ധമായ ഭാഷയിൽ മതപരമായ തൻ്റെ വീക്ഷണത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. കേൾപ്പാൻ രസമുണ്ടായിരുന്നതിനാൽ ഒരു ജനസമൂഹം അവന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. അയാൾ പ്രസംഗിക്കുന്നതെല്ലാം ശരിയാണെന്ന് ഒരു കൂട്ടം ആളുകൾക്ക് തോന്നിപ്പോയി. പ്രസംഗ വിഷയം ദൈവം ഇല്ല എന്നതായിരുന്നു. ഉപസംഹാരമായി ദൈവമില്ല എന്ന് ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട് കൂടിയ ജനതയോടൊരു വെല്ലുവിളിയും നടത്തി. ദൈവം ഉണ്ടായിരുന്ന ഒരു കാലം ഇല്ല. ദൈവം ഉണ്ടെന്ന് ആർക്കെങ്കിലും തെളിയിക്കാമോ? ഞാൻ നിൽക്കുന്ന പെട്ടിപ്പുറത്ത് നിന്നുകൊണ്ട് തെളിയിക്കുമെങ്കിൽ തെളിയിച്ചു കൊള്ളുക. ദൈവത്തെ പരിഹസിച്ചുകൊണ്ട് ദൈവത്തിന് ഇവിടെ നിൽക്കുന്നവരിൽ ആരും ഒരു സ്നേഹിതനില്ല എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു. കേൾവിക്കാർ എല്ലാവരും മ്ലാനവതരായി നിശബ്ദത പൂണ്ടു. ജനക്കൂട്ടത്തിൽ നിന്നും ഒരു കൊച്ചു ബാല്യക്കാരൻ മുൻപോട്ട് വന്ന് പെട്ടിയുടെ പുറത്ത് കയറി ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ വെല്ലുവിളി സ്വീകരിക്കുന്നു. ദൈവം ഇല്ല എന്ന പ്രസ്താവന തെറ്റാണ്. അത് വ്യാജം തന്നെ. ദൈവം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്നേഹിതനില്ല എന്ന് പറഞ്ഞതിന് ഉത്തരം ഞാൻ ദൈവത്തിൻ്റെ ഒരു സ്നേഹിതനാണ്. ആർക്കും ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ കഴിയുകയില്ല എന്ന് പ്രസംഗിച്ചതും വ്യാജം തന്നെ. ഞാൻ തെളിവ് തരാം. ദൈവം ഇപ്പോൾ നമ്മുടെ മധ്യയുണ്ട്. അവൻ തൻ്റെ ചെറുകരങ്ങൾ മാർവിൽ വെച്ചുകൊണ്ട് ദൈവം ജീവിക്കുന്നു, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മാന്യദേഹത്തിൻ്റെ വ്യാജ പ്രസ്താവനകൾക്ക് ആരും ചെവി കൊടുക്കരുത് എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ്റെ പ്രത്യുത്തരങ്ങൾ നാടകീയമായ ഒരു പ്രവർത്തനമായിരുന്നു. ജനങ്ങൾ മുഴുവൻ അത്ഭുത സ്തബ്ധരായി നിൽക്കവേ ജനക്കൂട്ടത്തിൽ ഒരാൾ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ എന്ന കീർത്തനം ആലപിക്കാൻ തുടങ്ങി. കൂടിയിരുന്ന ജനങ്ങളെല്ലാവരും ചേർന്ന് ആ കീർത്തനം ഏറ്റുപാടി. എല്ലാവർക്കും ദൈവാനുഗ്രഹം അനുഭവപ്പെട്ടു. യോഗം കഴിയുന്നത് വരെ നമ്മുടെ പട്ടക്കാരനും അവിടെ നിന്നു. പാടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആശീർവാദവും പറഞ്ഞു. ജനങ്ങൾ സന്തോഷത്തോടെ പിരിഞ്ഞുപോയി. പ്രാസംഗികനെ പിന്നെ ആ വേദിയിൽ ആരും കണ്ടിട്ടില്ല. യുദ്ധ മനസ്ഥിതിയും ആഡംബര താല്പര്യവും നിരീശ്വരത്വവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ ബാല്യക്കാരൻ്റെ വിശ്വാസ സ്ഥൈര്യം നമ്മളിലും സംജാതമാകുമ്പോഴാണ് മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് ആനയിക്കുവാനായി നമുക്ക് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതിന് ഇടയാക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയോടെ ജീവിക്കുന്ന സാക്ഷികളായി മറ്റുള്ളവരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.